ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. തിരുവനന്തപുരം സദ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ബോളി ആയിരിക്കും. ബോളി ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർ അതിന്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കില്ല. ബോളിയും സേമിയ പായസം ഇതിനെ കടത്തി വെട്ടുന്ന വേറൊരു കോമ്പിനേഷനും ഇല്ലാന്ന് തോന്നുന്നു. ബേക്കറിയൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തു പോയി വാങ്ങാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബോളി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കടലപ്പരിപ്പാണ്. അപ്പോൾ വടപ്പരിപ്പ് വേറെ, കടലപ്പരിപ്പ് വേറെയാണ്. കവറിലാണ് വാങ്ങുന്നതെങ്കിൽ ചന്നാദാൽ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ കടലപ്പായസമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ആ കടലപ്പരിപ്പാണ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കുതിർത്തി എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വേവിക്കുന്നതിന് മുന്നേ നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. മൈദമാവ് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒട്ടി വരും കേട്ടോ. ചൂടുവെള്ളത്തിലൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണിത്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ മൈദ മാത്രം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ എല്ലാ മാവും ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഒഴിച്ച എണ്ണ നല്ലെണ്ണയാണ്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കയ്യിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ബോളി ഉണ്ടാക്കാൻ സാധാരണ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. ഇപ്പം നല്ലെണ്ണ കയ്യിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറിജിനൽ ബോളിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ കയ്യിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് ഒന്ന് എണ്ണയിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാവ് എണ്ണയിൽ മുങ്ങി കിടക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മാവ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് നല്ല കട്ടി കുറവായിട്ട് ബോളി പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് പരിപ്പൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടി പോവണ്ട. ഹോക്കിൻസിൻ്റെ കുക്കറാണെങ്കിൽ പ്രസ്റ്റീജിൽ വയ്ക്കുന്നേക്കാളും കുറച്ച് സമയം മതി. ഇപ്പോൾ പ്രസ്റ്റീജിൻ്റെ കുക്കറിൽ ഞാനിപ്പോൾ ഒരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ കൂടുതൽ വെന്ത് പോകാനും പാടില്ല, വേവ് കുറഞ്ഞിരിക്കാനും പാടില്ല. 1-2 വിസിൽ വന്ന് കഴിയുമ്പോൾ തീ ഓഫാക്കുക. ഓഫാക്കിയിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കുക. വെന്തില്ലെങ്കിൽ മാത്രം 1-2 വിസിൽ വരുന്നവരെ ഒന്നും കൂടെ വേവിച്ചെടുക്കുക. കടല അധികം വെന്ത് വെള്ളത്തിൽ കലങ്ങി പോകാൻ പാടില്ല. ഇതുപോലെ കടല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഈ വെള്ളം തോർത്തി കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇത് വെള്ളം തോർന്നു വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ വെള്ളം തോർന്നു വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടുമാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇപ്പോൾ കടല അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ കടലയിൽ കുറച്ചെങ്കിലും തരി പോലെ കിടന്നാൽ ബോളി പരത്തിയെടുക്കുമ്പോൾ ബോളി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ 1-2 കടല അരയാതെ കിടക്കുകയാണെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിക്കളയാം. മാക്സിമം നമ്മൾ സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. അപ്പം മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലോട്ട് വയ്ക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ പഞ്ചസാര അലിഞ്ഞു വരും. പഞ്ചസാര അലിഞ്ഞു വരുമ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വറ്റിക്കോളും. അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് വരണം. അപ്പോൾ കുറച്ച് ചൂട് മാറിയിട്ടുണ്ട്. കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് എണ്ണ മാറ്റിയെടുക്കാം. ഇനി ഈ മാവും നേരത്തെ പോലെ നമുക്ക് ബോളുകളാക്കി മാറ്റാം. നമ്മൾ കടലപ്പരിപ്പ് ഉരുട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ പകുതി വലുപ്പത്തിൽ വേണം ഈ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് മാവ് കുറച്ചും കടലപ്പരിപ്പ് കൂടുതലാണ് നമുക്ക് നിൽക്കേണ്ടത്. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പരത്തി എടുക്കുമ്പോൾ മാവ് കൂടുതലായിട്ട് നിൽക്കും, ടേസ്റ്റും കുറച്ച് വ്യത്യാസമായിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലവ എടുത്ത് വയ്ക്കുക. ഇനി പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉരുള മാവ് എടുക്കുക. അത് കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പരത്തി എടുക്കാൻ പാടൊന്നുമില്ല. ഇനി മാവിൻ്റെ നടുക്കിലോട്ട് ഒരു ഉരുള കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ മൂടി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിഞ്ഞു വരും. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഇനി ഇത് അരിപ്പൊടിയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ എവിടെയെങ്കിലും കടലപ്പരിപ്പ് അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടി വരും കേട്ടോ ബോളി. അതുകൊണ്ടാണ് മാക്സിമം സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നൈസായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ, തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന രീതിയിലായിരിക്കും ബോളി കിട്ടുന്നത്. അതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. പറ്റുന്നിടത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ അത്രത്തോളം നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം പരത്തിയെടുക്കണം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കി എടുക്കുക. മീഡിയം തീയിൽ ചൂടാക്കി എടുക്കണം. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ബോളി ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാതിരിക്കാൻ നോക്കണം. ഇനി മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ താഴ്ഭാഗത്ത് ചെറിയ ബ്രൗൺ നിറവും വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. ഇങ്ങനെ നെയ്യ് തടവി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. ഒരു പ്രാവശ്യം മാത്രമേ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാവൂ. ഈ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ചുട്ടെടുക്കില്ല. താഴ്ഭാഗവും ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യ് തേക്കാത്ത ഭാഗത്ത് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. ഇനി അടുത്ത ബോളി വേവിക്കുന്നതിന് മുന്നേ തവയിൽ ആ അരിപ്പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുക. അതിന് വേണ്ടിയിട്ട് ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം അടുത്ത ബോളി ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ബോളി കരിഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ എല്ലാം ചുട്ടെടുക്കുക. അപ്പം ഞാൻ എല്ലാ ബോളിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇലയിലോട്ട് നമുക്ക് ബോളി ഇങ്ങനെ വച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സേമിയ പായസം കൂടെ ഒഴിക്കുക. കളർ കോമ്പിനേഷൻ തന്നെ നോക്കിയേ, അപ്പം കാണുമ്പോൾ തന്നെ കൊതിയാവണുണ്ടല്ലേ. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയാൽ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ പൊട്ടി വരികയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. കുറച്ച് ഫ്രീ ടൈമൊക്കെ കാണും എല്ലാവർക്കും. ഇപ്പോൾ ബേക്കറിയിൽ പോയിട്ട് നമുക്കിത് വാങ്ങാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.